എന്റെ ഉണ്ണി, ഒരു സത്യം വിളിച്ചു പറഞ്ഞ അത് സത്യമാണെന്ന് സമ്മതിക്കോ? ഞാൻ അങ്ങനെ നിന്നെ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഉത്തരം കള്ളമായിട്ട് പറയാൻ? നാരായണ, വേണ്ട നിന്റെ പ്രകസനം അതിരാവിലെ. താടി മീശയും വെച്ചെന്ന് വെച്ച് നിന്റെ അമ്മയാടാ ഞാൻ. അങ്ങനെ ഒന്നേ ഒരു പുരുഷന് കിട്ടൂ, ഒരു സ്ത്രീ മാത്രം. എല്ലാരും സ്വാർത്ഥരാ, ഈ അമ്മയും. നല്ല കാലം എന്നൊരു ഓർമ്മയില് കണ്ണീരെല്ലാം ദഹിപ്പിച്ച് ജീവിച്ചോ. എനക്കാവില്ല. അങ്ങനെയൊന്നും പറയില്ല മോനെ. ഒരുത്ത നഷ്ടപ്പെടുത്തരുത്. അതില്ലാത്തവരാ എങ്ങും എത്താതെ ലക്ക് വിട്ടു പോകുന്നത്. ഒന്ന് ശരിയാണല്ലേ ചേച്ചി. നിന്റെ ഈ പ്രായത്തില് ഞാനും ഞങ്ങളുടെ കൂട്ടരും കാട്ടിക്കൂട്ടിയ സാഹസങ്ങൾ ഓർത്താൽ നിന്റെ ഈ നൊമ്പരം എത്ര നിസ്സാരം. ഇന്നലെ ഏത് പുസ്തകം വായിച്ചിട്ടാ എന്റെ നീ വഴി കിടന്ന് ഉറങ്ങിയത്? അടിവരയിട്ടതായിരിക്കും സ്വപ്നം കണ്ടത്. ഉയർന്ന ബ്രാഹ്മണ ജാതിക്കാരനായ വരരുചിക്ക് ശാപം പോലെ ഈ വചനങ്ങൾ. കിളികൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു, താഴ്ന്നതിലും താഴ്ന്ന ജാതിയിൽ നിന്നൊരു പെണ്ണിനെ വേലി കഴിക്കേണ്ടി വരും. ആ, ഇനി അടിവര. താഴ്ന്ന ജാതിയിൽ പിറന്ന പിഞ്ചു പെൺകുഞ്ഞിനെ ചങ്ങാടത്തിൽ കിടത്തി ഒരു കുത്തുവിളക്കം കത്തിച്ച് അവർ പുഴയിലൊഴുക്കി. എന്നിട്ടും വിധി വിപരീതം. ആ കരമ്പിപ്പെണ്ണ് ഒരു ബ്രാഹ്മണ തറവാട്ടിൽ വളർന്നു. കറുത്ത സുന്ദരിയും അതിബുദ്ധിമതിയുമായി പഞ്ചമി എന്ന പേരിൽ. നിർത്തുന്നുണ്ടോ നീ ഈ രാവിലെ? അകത്തോടും ഭേദമായിട്ടും നിങ്ങളുടെ രക്ഷയ്ക്ക് നിലനിൽക്കുന്നതുമായ ഈ മാതാവിന്റെ ശക്തിക്ക് കുറവെടുമുണ്ടോ തന്ത്രി? ഇല്ലേ. എന്റെ മാറ്ററിഞ്ഞ് സൂക്ഷിപ്പാറായിരിക്കട്ടെ. ഭാഗ്യത്തെ തന്നെ രക്ഷിക്കാൻ മാതാവ്. ആരാടാ അത്? ഒരിടം വരെ പോവുകയാണ്. അതാഴം അവിടെ കാത്തിരിക്കുന്നു. എന്റെ തികഞ്ഞ ഈ രൂപത്തെ കാണാനുള്ള ശേഷിയുണ്ടോ നിനക്ക്? ഉണ്ടേ. അത്താഴം തരുവേ ഞാനും കൂടാ. ഞാനിന്നോളം തോറ്റില്ല. നീയോ ജയിച്ചിരിക്കുന്നു. നിനക്ക് അത്താഴം തരാം, എന്റെ പേരും പറയാം, പിന്നെ നിനക്കൊരു വരും. എന്താ നിനക്ക് വേണ്ടത് പറഞ്ഞോളൂ. ഈ മുറി ഉണങ്ങുന്നില്ല, നല്ല വേദന, മടുത്തു. ഈ വലത്തേക്കാലിലെ മുറിവ് ഒന്ന് ഇടത്തേക്കാലിലേക്ക് മാറ്റിത്തരുവോ?
ആ നാരായണനെ വിളിച്ച് ഉണർത്തിയിട്ടാവാം വിളക്കും പറ്റും. ഒരു കുടുംബം നോക്കേണ്ട പുരുഷൻ പോത്തിനെ പോലെ കിടന്നുറങ്ങുമ്പോ ഒരു സരസ്വതി ഇങ്ങോട്ട് കയറി വരില്ല. നീ അവനെ വിളിച്ച് ഉണർത്താദ്യം, എന്നിട്ടാവാം ദേവിയും മറ്റും. തണുത്ത് വരങ്ങലിച്ച് അത്താഴം ഉണ്ണാനാ വിധി എന്നും. എന്നെ ഇങ്ങനെ തീറ്റിപ്പോറ്റിട്ട് ഇങ്ങക്കൊക്കെ എന്താ കിട്ടുക? ഈ പട്ടിക്കാട്ടി കിടന്നിട്ട് എന്നെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവും തോന്നുന്നുണ്ടോ? നീ ഇതുവരെ കണ്ട വേഷങ്ങളൊന്നും ആവില്ല ഇനി അങ്ങോട്ട്. തെക്കോട്ടുള്ളവർ വലിയ നാട്ടുകാരാ. ഒരുപാട് വേഷങ്ങൾ ഉരുവും ഇടുകയും ചെയ്യുന്ന ഏർപ്പാടാടാ. നീ ആപത്തിലൊന്നും ചാടല്ലേ. ആരും അത്രക്കങ്ങ് വിശ്വസിക്കും വേണ്ട. ഈ തണുത്ത അത്താഴം ഇവിടുത്തെ അച്ഛനെ കാണാൻ ഓനും അവകാശമുള്ളല്ലേ? ഓൻ പോട്ടമ്മേ. ഓൻ ഈ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നൊന്നും മാറി നിൽക്കട്ടെ. ഇവിടുത്തെ അച്ഛൻ. ഇതാണ് എന്റെ ശാപം, എന്റെ മുടക്കുഞ്ഞായം. നിങ്ങൾക്കൊക്കെ എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്ന് കരയാലോ. ആന്തരിക്കാരും അങ്ങനെ ഒരു തലയിലെഴുത്ത് അനുവദിച്ചിട്ടില്ല. ഇവിടുത്തെ ഗർഭപാത്രത്തിന്റെ നിറം കറുപ്പായിപ്പോയി. അശുദ്ധം പേറുന്ന നിറം. ബ്രാഹ്മണന് പറഞ്ഞിട്ടുള്ള ചോരയുടെ നിറം വെളുപ്പാണെന്നറിയാ. നിർത്ത് അധിക പ്രസംഗി. നിന്റെ അമ്മയെ നീ അവഹേളിക്കുന്ന. നീ ഒന്ന് നിർത്ത്. സത്യം പറയുമ്പോ അവഹേളനം തോന്നുന്നോ? എന്നെ ശപിക്കുന്നതിന് മുമ്പ് ഒന്ന് നന്നായി നോക്ക്. ഈ പറഞ്ഞ അവഹേളനം പേടിച്ചിട്ടാ ഞാൻ പകൽ മുഴുവൻ ഇവിടെ കിടന്ന് ഉറങ്ങി അഭിനയിക്കുന്നത്. നമ്മളെ പെറ്റേ അമ്മ താണ ജാതിക്കാരിയാ. അങ്ങ് ദൂരെ കുട്ടനാട്ടിലെ കറുത്ത വർഗ. നമ്മുടെ അച്ഛനോ കമ്മ്യൂണിസത്തെ വിറ്റ കാശും കൊണ്ട് ബ്യൂറോക്രാറ്റായ ബ്രാഹ്മണ ശുദ്ധിയും. എന്താ ഞാൻ പറഞ്ഞതിൽ തെറ്റ്? കുറവ് തോന്നുന്നുണ്ടോ? ദാ നോക്ക്, അങ്ങ് വെളുത്ത ലോകത്തേക്ക് ഒരു പാസ്പോർട്ട് എന്ന പോലെ അമ്മയുടെ അച്ഛൻ നമ്പൂരി സമ്മാനിച്ചതാ. ക്ഷമിക്കണം എന്റെ അമ്മേ.